നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കേൾക്കുന്നത് ഇല്ലാപ്പാട്ടാണ്. മുസ്ലിം സമുദായം നേതാക്കളില്ല, ജോലിയില്ല, നീതിയില്ല, ജാമ്യമില്ല, പരിഗണനയില്ല, അവസരങ്ങളില്ല, +2 അനുവദിക്കൂല. മാപ്പിളമാർക്ക് ഒരു ജില്ല ഉണ്ട് എന്ന് തോന്നുന്നു, ആ ജില്ലയിൽ 5 ജില്ലയിലുള്ള അത്ര ആളുകൾ താമസിക്കുന്നു. ഒരു ജില്ല കൂടി പറയരുത്. ഏതും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ, കാലാകാലവും അങ്ങനെ തന്നെ. ഇങ്ങനെയാണ് നടക്കുന്നത് ഇന്ത്യയിൽ, ഇങ്ങനെയാണ് നടക്കുന്നത് കേരളത്തിൽ, ഇങ്ങനെയാണ് നടക്കുന്നത് ആഭ്യന്തര വകുപ്പില്, സാംസ്കാരിക വകുപ്പില്, സാമ്പത്തിക വകുപ്പില് എന്ന് പ്രസംഗിക്കുന്നു. ഞാനല്ല, പലരും. കുറെ സത്യമുണ്ട്, അപ്രസംഗിക്കുന്നത് കേൾക്കാണ് തെരുവിൽ മുഴുവൻ സംഘടനകളും. എല്ലാ സംഘടനക്കും പറയാനുള്ളത് ഇതാണ്: മുസ്ലിമിന് ഇല്ല 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 ഇല്ല. ഇത് കേൾക്കുന്ന പുതിയ തലമുറ, മുസ്ലിം സമുദായത്തിലെ യൂത്ത് ചെറുപ്പക്കാർ, അവര് ഇസ്ലാമിക സമൂഹത്തെ വില കുറച്ചു കാണാൻ, ഈ സമുദായത്തിൽ പിറന്നുപോയത് അത് പരാജയമായി വിലയിരുത്തുകയാണ്. നമ്മളെ വാപ്പ ഉപ്പ വല്യാപ്പമാർ ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളരുതാത്തവർ എന്ന് അവർ കരുതി പോവാൻ. ഈ സമുദായത്തിൽ പിറന്ന് അതൊരു നഷ്ടമായി പോയി എന്ന് വിലയിരുത്താണ്. ഇസ്ലാം ഒന്ന് രാജിവെക്കാനൊന്നും തിടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവര് തൽക്കാലം നിസ്കാരം വേണ്ടാന്ന് ആലോചിച്ചു, നോമ്പ് ഇപ്പം മനസ്സില്ല എന്ന് തീരുമാനിച്ചു, അന്നേരം കൂടി പന്ത് കളിക്കട്ടെ എന്ന് അവര് ആലോചിച്ചു. 900 സംഘടനക്കാരി ലോകത്ത് അവര് ഉത്തരവാദികളാണ്. ഈ മാതിരി തീരുമാനങ്ങൾ പുതിയ ചെറുപ്പക്കാരെ തലയിൽ അടിച്ചേൽപ്പിച്ചാൽ അവിടെ നമുക്ക് പറയാൻ കഴിയും, മുസ്ലിം സമുദായത്തിന് ഉണ്ട് 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 ഉണ്ട്, പലതും ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് നേതാവുണ്ട്, നമുക്ക് പരിഹാരമുണ്ട്, നമ്മൾക്ക് അഭയം കേന്ദ്രങ്ങളുണ്ട്, നമുക്ക് നേതൃത്വമുണ്ട്. നമ്മളാണെങ്കിൽ അന്തുമുല്ലഊൻ, കിബ്ർ മാറ്റി വെക്കണം. റസൂലുള്ളാഹിന്റെ സ്വലാത്തിലേക്ക് നമ്മൾ വരണം, ഔലിയാക്കളെ ദുആയിലേക്ക് നമ്മൾ വരണം, അവരോട് വിനയത്തോടെ സങ്കടം പറയണം. നിങ്ങളും ദുആരക്കണം, ഔലിയാക്കളും ദുആരക്കണം, നമ്മൾ ആമീൻ പറയണം. കുറച്ചു ദിവസം കാത്തിരിക്കണം, സൂക്കേട് മാറും ഉറപ്പാണ്, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടും ഉറപ്പാണ്. നാട് വിട്ട് 30 കൊല്ലം മുമ്പ് ചാടിപ്പോയവൻ അടുത്ത ബുധനാഴ്ച വീട്ടിന്റെ വാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കുമെന്ന് CM വലിയുല്ലാഹി അനുഭവമാണ്. കളഞ്ഞുപോയ മാല ആ പെട്ടിയിലും ഈ പെട്ടിയിലും ഇല്ല. അപ്പുറത്തെ വീട്ടിലെ തള്ളനെ കുറ്റം പറയണ്ട, അതിലെ പോയ അണ്ണാച്ചി പയ്യനെ തോണ്ടിയിട്ട് കള്ളനെന്ന് മുദ്രയടിച്ച് തല്ലിക്കൊല്ലണ്ട. പത്തായത്തിലുണ്ട്, അവിടെ പോയി ഇങ്ങെടുത്തോളൂ. CM വലിയുള്ള പറഞ്ഞു, നമ്മൾ കാണാത്തത് കാണുകയാണ്. ആ കണ്ണുകൾ വല്ലാത്ത കണ്ണുകളാണ്, തിളക്കമുള്ള കണ്ണുകളാണ്. ഇത്തഖി ഫിറാസത്തൽ മുഅ്മിൻ, ശരിയായ വിശ്വാസി അവന്റെ നാവിനെ പേടിക്കണം, അവന്റെ കണ്ണിനെ പേടിക്കണം. പറഞ്ഞതാരാണ്? അൽ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ പിന്നെ മുഅ്മിനെ ലേശം വിനയം കാണിച്ചൂടെ? കുറച്ചൊന്ന് ഇതൊന്ന് കേട്ടൂടെ? ഔലിയാക്കളെ ഒന്ന് അംഗീകരിച്ചൂടെ? റസൂലുള്ളാഹിന്റെ മഹത്വം ഒന്ന് സമ്മതിച്ചുകൂടെ? ഖുർആനല്ലേടോ നമ്മുടെ കയ്യിലുള്ളത്, ഹദീസുകളല്ലേ ഔലിയാക്കളും ആലിമീങ്ങളും ലക്ഷക്കണക്കിന് നമുക്ക് പറഞ്ഞു തന്നത്. മെഴുകുതിരികളാണ് അഇമ്മത്തിന്റെ ഉദാഹരണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ജീവിതം കത്തിത്തീർന്നതാണ്. ഓരോരുത്തരും കിതാബിൽ സ്വന്തം പേര് പോലും എഴുതി വെക്കാതെ റബ്ബിന് വേണ്ടി ഉരുകിത്തീർന്ന മെഴുകുതിരികളാണ്, ചന്ദനത്തിരികളാണ്. അവര് ഉരുകിത്തീർന്നു, നമുക്ക് സുഗന്ധം കിട്ടി. സുബ്ഹാനല്ലാഹ്. ആ ഔലിയാക്കളെ ഒന്ന് സമ്മതിച്ചുകൂടെ? അവരുണ്ടായത് കൊണ്ടാണ് നീ ഖുർആൻ കണ്ടത്, അവരുണ്ടായത് കൊണ്ടാണ് നീ പള്ളി കണ്ടത്, അവരുണ്ടായത് കൊണ്ടാണ് നീ നിസ്കാരം ശീലിച്ചത്, അവരുണ്ടായത് കൊണ്ടാണ് നിനക്ക് മദ്രസ ഉണ്ടായത്, അവരുള്ളത് കൊണ്ടാണ് നിനക്ക് ഭൗതിക വിദ്യാഭ്യാസം പോലും സാധ്യമായത്. മടവൂരിൽ സ്കൂൾ ഉണ്ടാക്കിയത് ആരാണോ? CM വലിയുള്ളാന്റെ ഉപ്പയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എത്രയെത്ര
നാടുകളിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളങ്ങ് തീരുമാനിക്കുകയാണ് ഇവര് പഴഞ്ചന്മാർ, മിണ്ടിപ്പോകരുത്, ഒരു കാലത്തും രക്ഷപ്പെടൂല. പരിഹാരത്തിന് വേണ്ടി അള്ളാഹു വെച്ചവരാണ് ഈ മഹത്തുക്കൾ. മുത്തുനബി തങ്ങൾ നമ്മളോട് പറഞ്ഞത് അതാണ് കേട്ടോ. ഇന്നലില്ലാഹി, തീർച്ചയായും അള്ളാഹുവിന് ഉണ്ട്, അള്ളാഹു വെച്ചിട്ടുള്ളതാണ്. മിനന്നാസി, ജനങ്ങൾക്കിടയിൽ ലമഫാത്തിഹുൽ ഖൈർ, ഖൈറിന്റെ വലിയ വലിയ താക്കോലുകൾ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. താക്കോല് ചെറുതാണ്, ആ താക്കോല് കൊണ്ട് തുറക്കുന്നത് വലിയ മേശയാണ്. താക്കോല് ചെറുതാണ്, ആ താക്കോല് കൊണ്ട് തുറക്കുന്നത് വലിയ അലമാരയാണ്. താക്കോല് ചെറുതാണ്, ആ താക്കോല് കൊണ്ട് തുറക്കുന്നത് 50,000 ആളുകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാണ്. പാസ്വേഡ് 2 അക്ഷരമാണ്, ആ പാസ്വേഡ് കൊണ്ട് തുറക്കുന്നത് ലോകത്തോളം വലുപ്പമുള്ള ഇന്റർനെറ്റ് ശൃംഖലയാണ്. താക്കോലാണ്, CM വലിയുള്ള താക്കോലാണ്. അള്ളാഹു അങ്ങനെ വെച്ച താക്കോലുകൾ എത്രയുണ്ട് ഈ ഉമ്മത്തിൽ? ഇല്ലാന്ന് നീ പറഞ്ഞാ പറ്റുമോ? അള്ളാഹു വെച്ചിട്ടുണ്ട്. ഇന്നലില്ലാഹി മിനന്നാസി, എത്ര തഅക്കീദുണ്ട് അവിടെ. മഫാത്തിഹുൽ ഖൈർ, ഖൈറിന്റെ വലിയ വലിയ താക്കോലുകൾ ആര് പറഞ്ഞതാണ്? അൽ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ മഹത്തുക്കളെ വഴി നാം മുറുകെ പിടിക്കുമ്പോൾ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, വിഷയങ്ങൾക്ക് തീർപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഈ മുറ്റത്ത് വെച്ച് താജുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, മഹാനായ സുൽത്താനുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട സി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, നടിയനാട് ഉസ്താദ്, ബഹുമാനപ്പെട്ട MKM കോയ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. CM വലിയുള്ളാന്റെ ഖാദിമാണെന്ന് പറയും, എന്റെ കൂട്ടുകാരനാണെന്ന് CM വലിയുള്ളയും പരിചയപ്പെടുത്തും. വൈലത്തൂർ യൂസുഫുൽ ജീലാനി തങ്ങൾ ഈ മുറ്റത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. എത്രയെത്ര അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ നമുക്ക് വെളിച്ചം തരാണ്, മനസ്സിൽ സന്തോഷം വിട്ടുതരികയാണ്. ആനന്ദലബ്ധിക്കിനി എന്തു വേണം? നമ്മളൊരു മഹാപ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ്. ആ മെമ്പർഷിപ്പ് അള്ളാഹു തന്നത് വല്ലാത്ത ആനന്ദമാണ്. ആ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ പ്രഖ്യാപനം അതാണ് നമ്മൾ ഈ സദസ്സിൽ പങ്കുവെക്കുന്നത്. ഫബിദാലിക ഫലിയഫ്റഹൂ, നിഅമത്ത് സന്തോഷിക്കാനുള്ളതാണ്. അൽഹംദുലില്ലാഹ്. ഉള്ളിന്റെ ഉള്ളിൽ വേദന ചുരത്തി നിൽക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ ആരും കിണറ്റ് ചാടണ്ട, നിങ്ങൾ തീവണ്ടിക്ക് തലവെക്കണ്ട, നിങ്ങൾ ഒരു തിരി വിഷം കലക്കി കുടിച്ചിട്ട് ചെറിയ മക്കളെ ചങ്കിലും കൂടി കോരി വാരി ആ കുട്ടികളെ കൂടി കൊല്ലണ്ട. നിങ്ങൾ ഈ കഥ കേൾക്കുമോ? നിങ്ങൾ ഈ പരിഹാരം ചിന്തിക്കുമോ? നിങ്ങൾ ഈ ഔലിയാക്കളെ മുന്നിലേക്ക് വരുമോ? പരിഹാരം ഉണ്ടാവും. ആ പരിഹാരത്തെ പറ്റി അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഫിറൂ ഇലല്ലാഹ്. സൂറത്തു ദാരിയാത്ത് അല്ലാഹു പറയുന്നു, പടച്ചവനിലേക്ക് ഓടി വരണം. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഹാഫിളുദ്ദീൻ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയുടെ ശർഹ് ഫത്ഹുൽ ബാരിയിൽ ഈ ആയത്തിന് അർത്ഥം പറയുന്നു. അല്ലാഹുവിലേക്ക് ഓടി വരണം എന്ന് അല്ലാഹു ആഹ്വാനം ചെയ്യുന്നു. അല്ലാഹു ആകാശത്തുണ്ടോ? ഇല്ല. അങ്ങോട്ട് കയറാൻ പറ്റുമോ? ഇല്ല. പിന്നെ അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലലെങ്ങനെ? അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലലെങ്ങനെ? അല്ല വിളിച്ചപ്പോൾ അവിടെ അഭയം പ്രാപിക്കലെങ്ങനെ? ശരണം വിളി റബ്ബിന്റെ മുന്നിലേക്ക്. എങ്ങനെ റബ്ബിനെ കണ്ടുകിട്ടും? അള്ളാന്റെ പള്ളി അത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹു നിങ്ങൾക്ക് പാസാക്കിയ നിസ്കാരം അത് അല്ലാഹുവിലേക്കാണ്. അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട് ദ്വാരക്കുന്നു അത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിന്റെ നബി അത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിന്റെ വലിയ, ആ വലിയന്റെ മുമ്പിൽ പോയി പ്രശ്നം പറഞ്ഞാൽ അല്ലാഹുവിനെ അഭയം പ്രാപിച്ച കൂലി കിട്ടും. സാഹിറിനടുത്ത് പോയില്ലല്ലോ, ഈമാൻ നഷ്ടപ്പെടുത്തിയില്ല
തരുന്നില്ലല്ലോ. നീ ഔലിയാക്കളെടുത്തല്ലേ പറഞ്ഞത് അല്ലാഹു കൂലി തരും. ആ ഔലിയാക്കളെയും നിന്റെയും ദുആ റബ്ബ് സ്വീകരിച്ചാൽ അല്ലാഹു പ്രശ്നത്തിന് പരിഹാരവും തരും. അൽഹംദുലില്ലാഹ്, കൂലിയും ആയി പരിഹാരവും ആയി. ഈ വഴിയാണ് പരിശുദ്ധ ദീൻ നമുക്ക് കാണിച്ചു തരുന്ന മേൽവിലാസം എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു.